അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. കരുളായി വനത്തിലെ കരിമ്പുഴയുടെ നെടുങ്കയം കടവിൽ 2 വിദ്യാർത്ഥികളുടെ മുങ്ങിമരണത്തെ തുടർന്ന് പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. കുട്ടികളോടൊപ്പം എത്തിയ 3 അധ്യാപകർ, നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നിവർക്കെതിരെയാണ് IPC സെക്ഷൻ 304A പ്രകാരം മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്ത് കുറ്റപത്രം സമർപ്പിച്ചത്. ഫെബ്രുവരി 9 വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. കൽപ്പകഞ്ചേരി കല്ലിങ്ങൽപ്പറമ്പ് MSMHS സ്കൂളിൽ പഠിക്കുന്ന കുറുങ്കാട് കന്മനം പുത്തൻവളപ്പിൽ അബ്ദുൾ റഷീദ് റസീന ദമ്പതികളുടെ മകളും 9ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ആയിഷ റിദ, പുത്തനത്താണി ചെല്ലൂർ കുന്നത്ത് പീടിയേക്കൽ മുസ്തഫ ആയിഷ ദമ്പതികളുടെ മകളും 6ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ഫാത്തിമ മൊഹസിന എന്നിവരാണ് മരിച്ചത്. സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ പ്രകൃതി പഠന ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് 33 പെൺകുട്ടികളടക്കം 49ഓളം കുട്ടികൾ വൈകുന്നേരം 4 മണിയോടെ നെടുങ്കയത്തെത്തിയത്. വൈകുന്നേരം 6 മണിയോടെ ഇരുട്ട് പരന്നു തുടങ്ങിയ സമയത്താണ് അധ്യാപകരുടെയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെയും നേതൃത്വത്തിൽ കുട്ടികൾ പുഴയിൽ കുളിക്കാനിറങ്ങിയത്. ഈ സമയത്താണ് നിരവധി ആളുകൾ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞ അതേ സ്ഥലത്ത് 13ഉം 11ഉം വയസ്സ് പ്രായമായ 2 കുട്ടികളും അപകടത്തിൽപ്പെട്ടതും പിന്നീട് മരണപ്പെട്ടതും. അന്ന് പൂക്കോട്ടുംപാടം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും സബ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ അന്വേഷണം നടത്തുകയും ചെയ്തു. തുടർന്ന് അന്വേഷണ ചുമതല പൂക്കോട്ടുംപാടം പോലീസ് ഇൻസ്പെക്ടറെ അനീഷ് ഏറ്റെടുക്കുകയായിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിലാണ് ക്യാമ്പിനായി കുട്ടികളെ എത്തിച്ച അധ്യാപകരുടെ ഭാഗത്തും ഗൈഡായി എത്തിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ഭാഗത്തും ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയത്. ഈ സംഭവം നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന 3 അധ്യാപകരുടെ ഭാഗത്തും ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ഭാഗത്തും വീഴ്ച ഉണ്ടായതായി, അവർക്കുണ്ടായൊരു ഉപേക്ഷ ഈ കുട്ടികളുടെ മരണത്തിനിടയാക്കി എന്ന് കണ്ടെത്തുകയുണ്ടായി. തുടർന്ന് ഈ അസ്വാഭാവിക മരണത്തിന് 174 CRPC പ്രകാരമുള്ള സെക്ഷൻ കുറവ് ചെയ്തിട്ട് കുറ്റകരമല്ലാത്ത നരഹത്യയ്ക്ക് 304A IPC പ്രകാരം സെക്ഷൻ കൂട്ടിച്ചേർത്ത് ഈ കോടതിയിൽ ഈ 3 അധ്യാപകർക്കെതിരെയും ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കെതിരെയും കുറ്റപത്രം തയ്യാറാക്കി ബഹുമാനപ്പെട്ട കോടതിയിൽ ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ഈ അന്വേഷണത്തിനകത്ത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നേച്ചർ ക്യാമ്പിന് വന്നെത്തിയ കുട്ടികൾ അവരെല്ലാവരും 15 വയസ്സ് 14 വയസ്സ് താഴെ പ്രായമുള്ള കുട്ടികളാണ്. 33 പെൺകുട്ടികളും 16 ആൺകുട്ടികളും ഉണ്ടായിരുന്നു. ഇവരെ സൂക്ഷിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് 8 അധ്യാപകരും പിന്നെ ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമാണ്. ഇടയ്ക്കത്തെ പാലം കടന്നങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് വലിയ ബോർഡിൽ ഫോറസ്റ്റ് സ്ഥാപിച്ചിട്ടുള്ള ഒരു ബോർഡുണ്ട്, നോ സ്വിമ്മിങ് അലൗഡ്. അതായത് ഒരു അപായ സൂചനയാണ്, സ്വിമ്മിങ് അനുവദിക്കില്ല എന്നുള്ളത്. എന്നിട്ടും ഈ കുട്ടികളെ ഇറക്കി. കുട്ടികളെ ഈ പറയുന്ന കുട്ടികളുടെ പ്രത്യേകിച്ച് അവരുടെ സ്കൗട്ട്സിന്റെ യൂണിഫോമിലായിരുന്നു, വളരെ കട്ടിയുള്ള യൂണിഫോമാണ്. നീന്തലിന് ഒരിക്കലും പരമാവധി നേർത്ത വസ്ത്രങ്ങൾ മാത്രമാണ് നീന്തൽ ഉപയോഗിക്കുക. ആ സമയത്ത് വളരെ കട്ടിയുള്ള വസ്ത്രങ്ങൾ അവർ ഉപയോഗിച്ചു എന്നുള്ളത് ഒരു തെറ്റ്. പിന്നെ അത് കൂടാതെ ഇവർക്ക് ലൈഫ് ജാക്കറ്റുകൾ ഒന്നും നൽകിയിരുന്നില്ല. കുട്ടികളുടെ മൊഴി പ്രകാരം തന്നെ നീന്തൽ പറഞ്ഞിരുന്നില്ല, വന്നിരുന്നെങ്കിൽ അനുസരിച്ച് ഡ്രസ്സ് കൊണ്ടുവരുമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെയുള്ള ഡ്രസ്സൊന്നും അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, ലൈഫ് ജാക്കറ്റുകളൊന്നും ഈ കുട്ടികൾക്ക് അനുവദിച്ചിരുന്നില്ല. 33 പെൺകുട്ടികൾ ഒരുമിച്ച് ഇറങ്ങിയ സ്ഥലത്ത് അവിടെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി 3 അധ്യാപകരും, ഒരു വനിതകളാണ്, 3 അധ്യാപകരും ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വനിതകളുടെ കാര്യം തിരക്കുമ്പോഴും അവർ നീന്തൽ വശമില്ലാത്തവരാണ്. അപ്പോൾ അവർക്ക് കുട്ടികളെ ഒഴുക്കിൽപ്പെട്ടാൽ ചിലപ്പോൾ രക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ കഴിവുള്ള ആകെ ഒരു ബീറ്റ് ഓഫീസർ മാത്രമാണ്. 30 കുട്ടികളെ സംരക്ഷിക്കാനുണ്ടായിരുന്ന ഒരു ബീറ്റ് ഓഫീസർ മാത്രമാണ്. ആ ഒരാളിനെ കൊണ്ട് അവരെ കൃത്യമായിട്ട് സംരക്ഷിക്കാൻ സാധിക്കുകയില്ല. പിന്നെ കുട്ടികൾ ചിന്തിച്ചില്ലെങ്കിലും മറ്റുള്ളവർ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവിടെ പണ്ട് കാലത്ത് ഡോസൻ സാഹിബ് എന്നൊരു മനുഷ്യന്റെ സ്ഥാപിച്ചതാണ് ആ ഏരിയ എല്ലാം. അദ്ദേഹം തന്നെ അവിടെ പുഴയിൽ മുങ്ങി മരിച്ചതാണ്. അതിനുശേഷം ഒരുപാട് പേര് അവിടെ മുങ്ങി മരിച്ചിട്ടുണ്ട്. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഈ പ്രകൃതി പഠന ക്യാമ്പിന്റെ ഭാഗമായിട്ട് നീന്തൽ പുഴയിലിറങ്ങുക എന്നുള്ള ഷെഡ്യൂളിൽ ഇല്ല. അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അത് ഉൾപ്പെടുത്തി. അതൊരു തെറ്റ്. പിന്നെ ഈ പുഴയുടെ സ്വഭാവം വന്നവർക്ക് ആർക്കും അറിയില്ല, ടീച്ചർമാർക്ക് അറിയില്ല, കുട്ടികൾക്കറിയില്ല. അവർ ആദ്യമായിട്ട് വരുന്നൊരു സ്ഥലമാണ്. ആദ്യമായിട്ട് വരുന്നൊരു സ്ഥലത്തെ പുഴയുടെ ഒഴുക്കോ ഗതിയോ കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. പക്ഷേ അതറിയാവുന്ന ആളാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. ആ വിവരം അദ്ദേഹം കുട്ടികളുമായിട്ടോ അധ്യാപകരുമായിട്ടോ പങ്കുവച്ചില്ല. പിന്നെ അതോടൊപ്പം പിന്നീടുള്ളൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ പുഴയിൽ മുമ്പ് പല ആൾക്കാരും മുങ്ങി മരിച്ചിട്ടുണ്ട്. മുങ്ങി മരണത്തിന്റെ ഒരു ഹിസ്റ്ററി ആ പുഴയ്ക്കുണ്ട്. ആ കാര്യങ്ങളൊന്നും തന്നെ മുമ്പ് പലരും മുങ്ങി മരിച്ചിട്ടുള്ള സ്ഥലമാണ്, അവിടെ സൂക്ഷിക്കണം, അങ്ങനെയുള്ള അപായ സൂചനകളൊന്നും തന്നെ ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഈ കുട്ടികൾക്കോ അധ്യാപകർക്കോ നൽകിയിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഈ കുട്ടികളെ സംരക്ഷിക്കാൻ പര്യാപ്തമായിട്ടുള്ള എണ്ണം ആൾക്കാർ അവരുടെ സുരക്ഷിതത്വത്തിന് ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ വൈകിയ വേളയാണ്, അധികം ആൾക്കാരുടെ സാന്നിധ്യം, പുറമേ നിന്നുള്ള ആൾക്കാരുടെയോ മറ്റോ സാന്നിധ്യം
ഉറപ്പാക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ 30-ലധികം ആളുകളുടെ മൊഴികളും 500ഓളം പേജുള്ള കുറ്റപത്രവുമാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. Real fruit power, real juices from Dabur.